അസ്സലാമലൈക്കും, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ്. മലപ്പുറം ജില്ലയിലെ പുളിക്കൽ പഞ്ചായത്തിലെ വലിയ പറമ്പ് എന്ന സ്ഥലത്ത്, ഉണ്ണിത്തിപ്പറമ്പ് എന്ന് പറയുന്ന വലിയ പറമ്പ് എന്ന സ്ഥലത്തുള്ള സെയ്ദലവി മുസ്ലിയാരാണ് എന്റെ കൂടെയുള്ളത്. 10-30 വർഷക്കാലം ദീനീ സേവന പ്രവർത്തനത്തിന് എടക്കര പഞ്ചായത്തിലെ മുണ്ടയിൽ താമസിക്കുന്ന ഉസ്താദ് ഈ വലിയ പറമ്പ് ഉണ്ണിത്തിപ്പറമ്പിലെ അധ്യാപകനായി വന്ന് മദ്രസയിലും പള്ളിയിലും അടക്കം കുത്തുബ ഓതി അല്ലെങ്കിൽ കുട്ടികളൊക്കെ പഠിപ്പിച്ച ഒരു ഉസ്താദ് അവർക്ക് 8 വർഷമായി ഡയാലിസിസ് ചെയ്ത് ഇരുവൃക്കകളും തകരാറിലായി ഡയാലിസിസ് ചെയ്ത് ജീവൻ നിലനിർത്തി പോരുന്ന ഒരവസ്ഥയിലാണ്. ഈ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം, സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ആ വലിയ ഗ്രന്ഥം നൂറുകണക്കിന് കുട്ടികളെ പഠിപ്പിക്കാൻ നേതൃത്വം കൊടുത്തിയ ഒരു മുതഅല്ലിമായിട്ടുള്ള പ്രിയപ്പെട്ട ഉസ്താദ് 8 വർഷമായി കിഡ്നി രോഗത്തിന്റെ വല്ലാത്ത പ്രയാസത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉസ്താദ് അവറുകൾ എന്നോട് പറഞ്ഞത്, ഇസ്സത്ത് പണയം വെച്ചുകൊണ്ട് അവസാനം മറ്റൊരു മാർഗവും ഇല്ലാത്തതിന്റെ പേരിലായിരുന്നു ഒരു ചാരിറ്റി വീഡിയോ ഒക്കെ എടുക്കേണ്ട ഗതികേട് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇന്നിവിടെ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ട പുളിക്കൽ പഞ്ചായത്തിലെ പ്രസിഡന്റ് എന്നെ വിളിച്ചിരുന്നു. ഒരു പ്രിയപ്പെട്ട മുഹമ്മദ് മാഷ് എന്നെ വിളിച്ചിട്ട് ഈ ഒരു കാര്യം, സെയ്ദലവി ഉസ്താദിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത്, ഞാനൊന്ന് ഉസ്താദിനെ പോയി കാണട്ടെ, ഞാൻ തൊട്ടടുത്തുണ്ട്, ഉസ്താദിന്റെ വീടും അഡ്രസ്സും ഒന്നൊക്കെ പറഞ്ഞു തരികയാണെങ്കിൽ ഞാൻ അവിടേക്ക് പോവാം. എന്നോട് ചോദിച്ചത് ഒന്ന് ഇടപെടാൻ സാധിക്കോ എന്ന് വിചാരിച്ചിട്ടാണ്. ഉസ്താദുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കണ്ണീരോടുകൂടി ഉസ്താദ് നമ്മുടെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത്. നമുക്കറിയാലോ, ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മറ്റൊരു ചാരിറ്റി പ്രവർത്തകൻ ചെയ്ത ഒരു വീഡിയോയിൽ, ആ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും. പക്ഷേ ഈ ഉസ്താദിന്റെ സങ്കടം നിരവധിയായിട്ട് എന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചതുകൊണ്ട് അള്ളാഹു എനിക്കൊക്കെ ആയുസ്സും ആരോഗ്യം തന്നിട്ട് ആ ഉസ്താദിന്റെ സങ്കടം പച്ചയായി നമ്മുടെ മുമ്പിൽ വന്നിട്ട്, ഒരു ചാരിറ്റി പ്രവർത്തകനായി അള്ളാഹു നമുക്ക് ഇസ്സത്തും അനുഗ്രഹവും നമ്മുടെ നാവിനൊക്കെ വലിയ അനുഗ്രഹം നൽകിയിട്ട് ആ സങ്കടം കണ്ടിട്ട് മാറി നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് മുഹമ്മദ് മാഷ് വിളിച്ച സമയത്ത് അത് അള്ളാഹുവിന്റെ ഒരു കലാവായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. ഫാറൂഖ് ചെറുപ്പുളശ്ശേരി എന്ന് പറയുന്ന പ്രിയപ്പെട്ടവൻ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട ആ വീഡിയോ ഒന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. 30 വർഷത്തോളം ഈ മഹല്ലത്തിൽ താമസിക്കുകയും 12 വർഷത്തോളം ഈ മഹല്ലത്തിൽ മദ്രസയിലും പള്ളിയിലുമായി ജോലിയെല്ലാം ചെയ്ത് കുറച്ചു വർഷത്തോളം ഗൾഫിൽ പോയി വന്നു 2-3 വർഷത്തോളമായി ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ വീടും സ്ഥലവും എല്ലാം ആധാരമെല്ലാം ബാങ്കിൽ വെച്ചിട്ടാണ് ഇതുവരെ ചികിത്സിച്ചത്. ഇനി ഒരു നിലക്കും മുന്നോട്ട് പോകാൻ സാധ്യമാവില്ല. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായ സഹകരണങ്ങളും എനിക്ക് ചെയ്തു തരണമെന്ന് വളരെ വിനീതമായി എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഇത് എന്റെ ഭർത്താവാണ്. എന്റെ കിഡ്നി നഷ്ടപ്പെട്ട് ഡയാലിസിസ് ചെയ്യുകയാണ്. സോഷ്യൽ മീഡിയയിൽ പണം ലഭിക്കും എന്നുള്ള ഒരു രീതിയിലായിരുന്നു ഈ ഒരു വീഡിയോ ജനങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കാനും കാര്യങ്ങളൊക്കെ സമാഹരിക്കാനുണ്ടായിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ പച്ചയായി പറയുന്നു, പണമില്ലാത്തതിന്റെ പേരിൽ ഉസ്താദിന് സാമ്പത്തികം കിട്ടിയിട്ടില്ല എങ്കിൽ, ഇതിന്റെ കലാൾ അങ്ങനാണെങ്കിൽ ഞാൻ മരിച്ചു പോയിക്കോട്ടെ എന്നാണ് ഉസ്താദ് എന്നോട് അടക്കം പറഞ്ഞിട്ടുള്ളത്. 30 വർഷക്കാലം ദീനീ പ്രവർത്തനങ്ങൾക്ക് ഉണ്ണിയത്തിപ്പറമ്പിലെയും വലിയ പറമ്പിലെയും ബഹുമുഖ അല്ലെങ്കിൽ എല്ലാ രംഗങ്ങളിലും നിസ്വാർത്ഥമായ സേവനം ചെയ്ത ഉസ്താദ് അവർകൾ പഠിപ്പിച്ചു കൊടുത്തുള്ള നൂറുകണക്കിന് കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ വലിയ മനുഷ്യനാണ് ഇന്ന് തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ജനങ്ങളെ മുന്നിലേക്ക് കൈനീട്ടി മറ്റൊരു ജീവകാരുണ്യ പ്രവർത്തകൻ വന്ന് വീഡിയോ ചെയ്ത് ജനങ്ങളെ മുമ്പിലേക്ക് പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ വേണ്ടത്ര ഫണ്ട് സമാഹരിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തൃശൂർ വെസ്റ്റ് ഫോർട്ട് ഹോസ്പിറ്റലിൽ എല്ലാ പേപ്പർ വർക്കുകളും കഴിഞ്ഞ് എല്ലാം സെറ്റായി സർജറിക്ക് വേണ്ടി സമയം മാറ്റിവെച്ചിരിക്കുകയാണ്. നിരവധി തവണയായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ കൗൺസിലിന്റെ ഒരു യോഗത്തിന്റെ സമയം മാത്രമേ ഉള്ളൂ. വലിയ പ്രയാസത്തിൽ നിൽക്കുന്ന സമയത്ത് ഉസ്താദിന്റെ ഇസ്സത്ത് പണയം വെച്ച് അതേപോലെ തന്നെ ഭാര്യയുടെയും മകളുടെയും കണ്ണീരും സങ്കടവും അടക്കം പണയം വെച്ചുകൊണ്ട് ജനങ്ങളെ മുമ്പിലേക്ക് പങ്കുവെച്ചിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ സഹായം കിട്ടുന്നാണ്. ഭൂമിയിലുള്ളവനോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ കരുണ കാണിക്കുന്നു. വയലിൽ പ്രസംഗിക്കാൻ കൊള്ളാവുന്ന ഒരു വാക്കാണ്. ഈ ഉസ്താദുമായി ബന്ധപ്പെട്ട് ഞാൻ ഇവിടെ പഠിച്ച സമയത്ത് 30 വർഷമായി ഉണ്ണിത്തിപ്പറമ്പിലെ വലിയ പറമ്പിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രിയപ്പെട്ട ഉസ്താദായിരുന്നു. എടക്കര പഞ്ചായത്തിലെ മുണ്ടയിലായിരുന്നു അദ്ദേഹത്തിന്റെ വീട്. അവിടെയാണ്
ഇവിടേക്ക് ദീനീ പ്രവർത്തനങ്ങൾക്കും മദ്രസ അധ്യാപകനായിട്ടൊക്കെ അദ്ദേഹം വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് 5 മക്കളാണ്. 5 മക്കളിൽ 3 ആൺകുട്ടികളും 2 പെൺകുട്ടികളാണ്. 3 മക്കളിൽ 2 പേര് ഹാഫിളായ ആളുകളാണ്. ഒരാൾ ഇപ്പോ കല്ലായിൽ ഹിഫ്ള് ഖുർആനിലെ ഒരു അധ്യാപകനായിട്ട് ജോലി ചെയ്യാണ്. അവിടെ നിന്ന് ലഭിക്കുന്ന അവർക്ക് പ്രത്യേകിച്ച് വലിയൊരു പണിയും കാര്യങ്ങളും ഒന്നും ആയിട്ടില്ല. മാപ്പയുടെ ഉസ്താദിന്റെ സങ്കടങ്ങൾക്കൊപ്പം വീട്ടിലെ കാര്യങ്ങളൊന്നും പോവാൻ പറ്റാത്തത് കൊണ്ടാണ് അവിടെ പോയി ഇപ്പൊ അവിടുന്ന് കിട്ടുന്ന ആ ചെലവ് ഡയാലിസിസിനും കാര്യങ്ങൾക്കൊക്കെ എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഉസ്താദ് മദീനയിൽ നിന്ന് ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടെ എത്തി കിഡ്നിയുടെ ഡയാലിസിസിന്റെ പ്രവർത്തനങ്ങൾക്ക് ചികിത്സയ്ക്ക് ഏകദേശം 18 ലക്ഷം രൂപയോളം ഇതിനോടകം ചെലവഴിച്ചു കഴിഞ്ഞു. ഇദ്ദേഹത്തിന്റെ ആകെയുള്ള സമ്പാദ്യം എന്ന് പറയുന്നത് 30 വർഷങ്ങൾക്ക് മുമ്പേ അദ്ദേഹം സ്വരുക്കൂട്ടി അവിടെ നിൽക്കുന്ന സമയത്ത് ആ മക്കളുള്ള സമയത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു വീട് മാത്രമാണ്. വീടും കുറച്ച് സ്ഥലവും മാത്രം. സഹകരണ ബാങ്കിൽ അദ്ദേഹത്തിന്റെ വീട് പണയം വെച്ചു. അദ്ദേഹത്തിന്റെ കെട്ടിച്ച മകളുടെ, നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ ഒരു മരുമകനുണ്ട്, അവർക്കൊരു കുടുംബമുണ്ട്, 2 മക്കള്, 2 പെൺകുട്ടികളാണ്, 3 മക്കളുണ്ട്. അതിലൊരാളെ കല്യാണം കഴിഞ്ഞ് ഒരാളെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ നിൽക്കുന്ന സമയത്തും ഒരു വേദനയോടുകൂടി കടിച്ചമർത്തി ഖുർആൻ ഓതുന്ന 100 കണക്കിന് കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ള, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള, ഖുർആൻ ഓതുന്ന ദീനി ചൈതന്യത്തോടുകൂടി ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഉസ്താദിന്റെ സങ്കടം എത്രത്തോളം വലുതായിരിക്കുമെന്ന് പ്രിയപ്പെട്ട ആളുകൾ മനസ്സിലാക്കണം. ഈ പരിസര പ്രദേശങ്ങളിലെ പ്രിയപ്പെട്ട ആളുകളും അതേപോലെയുള്ള ഇദ്ദേഹത്തിനെ മോശമാക്കി ചിത്രീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ എന്താണ് സമൂഹത്തിന് നൽകുന്ന ഒരു ഉത്തരം, സന്ദേശം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിന്റെ വീട് പുളിക്കൽ സഹകരണ ബാങ്കിൽ അത് പണയത്തിന് വെച്ച് 5 ലക്ഷം രൂപ, അദ്ദേഹത്തിന്റെ മകളുടെ സ്വർണം വിറ്റ് 8.5 ലക്ഷത്തോളം രൂപ അദ്ദേഹം റെഡി ആയിട്ടുണ്ട്. തുടർ ചികിത്സക്ക് പൈസ വേണം, മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് പൈസ വേണം. അതിനെ അദ്ദേഹത്തിന്റെ ആകെ വിൽക്കാൻ സൗകര്യമുള്ള 5 സെന്റ് വിൽക്കാനും അദ്ദേഹം വെച്ചിട്ടുണ്ട്. പക്ഷെ ഇനി ആകെ അദ്ദേഹത്തിനുള്ളത് ഈ ഒരു കിടപ്പാടമാണ്. അദ്ദേഹത്തിന്റെ മക്കളുണ്ട്, മരുമക്കളുണ്ട്, അവരെ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുന്ന കുടുംബങ്ങളുണ്ട്. അവരെ പെരുവയിലാക്കാനാണ് ഈ പറയുന്ന ആളുകളും അല്ലെങ്കിൽ തെറ്റിദ്ധാരണ പരത്തുന്ന ആളുകളും ഒക്കെ തയ്യാറാവുന്നതെങ്കിൽ എനിക്കൊന്നും നിങ്ങളോട് പറയാനില്ല. അവനവന്റെ കുടുംബത്തിൽ എന്നാണോ ഇത്തരം സാഹചര്യങ്ങൾ വരിക, അന്ന് മാത്രമേ ഉള്ളൂ ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ തെറ്റിദ്ധാരണ പരത്തുന്ന ആളുകൾക്കൊക്കെ ഇതൊക്കെ പറയാൻ സാധിക്കുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് കാന്തപുരം AP ഉസ്താദ് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആ ഒരു ധാർമ്മിക രീതിയിൽ മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ട ഉസ്താദാണ്. എല്ലാ സംഘടനകളുമായി, സാമുദായിക സംഘടനകളുമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ട ഉസ്താദാണ്. ആ ഉസ്താദാണ് പണമില്ലാത്തതിന്റെ പേരിൽ മലപ്പുറത്തിന്റെ മണ്ണിൽ സംഘടനാ ശക്തിയുള്ള, സംഘടനാ കഴിവുള്ള പ്രിയപ്പെട്ട നമ്മുടെ മുമ്പിലേക്ക് ഒരു 10-15 ലക്ഷം രൂപ ഇല്ലാത്തതിന്റെ പേരിൽ കിഡ്നി മാറ്റിവെക്കൽ സർജറി മുടങ്ങുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് പ്രിയപ്പെട്ട ഉസ്താദുമാര്, അവരുടെ സംഘടനകൾ, അതേമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ദീനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഈ പ്രദേശത്തുള്ള പ്രിയപ്പെട്ട ആളുകൾ പലർക്കും ഉസ്താദിന്റെ അവസ്ഥ ഈ മേഖലയിൽ തന്നെ അറിഞ്ഞിട്ടില്ല. നാട്ടിലുള്ള ആളുകളോ ചെറുപ്പക്കാരോ കൂടെ ഇല്ലെങ്കിൽ ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കാൻ സോഷ്യൽ മീഡിയയിലൂടെ സാധിക്കില്ല. അവിടെയും നാടിന്റെയും ജനങ്ങളുടെയും സഹായം സഹകരണം ഒക്കെ വേണം. നിലവിൽ 2,30,000 രൂപയാണ്. അതിനേക്കാൾ അപ്പുറമാണ് ഉസ്താദ് അനുഭവിക്കുന്ന സങ്കടങ്ങൾ. അസ്സലാമു അലൈക്കും. ഏറ്റവും പ്രിയങ്കരായ നാട്ടുകാരെ, പ്രവാസി സുഹൃത്തുക്കളെ, നിങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും എനിക്ക് ചെയ്തു തന്നെ എന്റെ ജീവിതം രണ്ടാമത് കൊണ്ടുവരാൻ നിങ്ങൾ എല്ലാവരും എന്നെ സഹായിക്കണം. ഈ നാട്ടിലും മതസൗഹാർദ്ദത്തിലും സാന്ത്വന പ്രവർത്തനങ്ങളിലും ജാതി മത ഭേദമന്യേ എല്ലാവരുടെ കാര്യങ്ങളിലും ഇടപെട്ട് സംഘടനാ തലത്തിലും മഹലിന്റെ കാര്യങ്ങളെല്ലാം സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾ എന്നെ സഹായിച്ചാൽ നിശ്ചയമായും അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്ക് ഉണ്ടാവും. 30 വർഷത്തോളമായി ഇവിടെ ഞാൻ ഓത്ത് കഴിഞ്ഞ ഉടനെ ഇവിടെ ജോലിക്ക് വരുമ്പോൾ 175 രൂപ മുതലാണ് ഞാൻ ഇവിടെ ജോലിക്ക് കൂടിയത്. ഇപ്പോഴത്തെ എല്ലാ കമ്മിറ്റിയിൽപ്പെട്ട ആളുകളെ പോലും ഞാനാണ് പഠിപ്പിച്ചതും മതവിദ്യാഭ്യാസം നൽകിയതും ഖുർആൻ ഓത്ത് വരെ പഠിപ്പിച്ചത് ഞാനാണ്. ഡയാലിസിസ് കോഴിക്കോടാണ്. ഒരു ഡയാലിസിസ് കഴിഞ്ഞ് വരുമ്പോഴേക്കും ചുരുങ്ങിയത് 2000 രൂപ വേണം. 2000 രൂപത്തോളം ഒരു ദിവസം ഡയാലിസിസ് ചെയ്ത് വരുമ്പോൾ എനിക്ക് ചെലവുണ്ട്. ഇങ്ങനെ 3 വർഷത്തോളമായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്റെ ഒരു കഷ്ടവും വിഷമങ്ങളും ഒരാളോടും പോലും പറയാറില്ല. അള്ളാഹുവിനോട് പറയുക എന്നല്ല. അത് ഒരു നിർവാഹമില്ലാത്തത് കൊണ്ടാണ്
ഞാൻ ഇങ്ങനെ ഇറങ്ങാൻ കാരണം. അപ്പൊ കുറച്ച് പൈസ ഉസ്താദിന്റെ കയ്യിലുണ്ട്, ഇനിയുള്ളത് 5 സെന്റ് സ്ഥലവും അല്ലെ? അങ്ങനെ വിൽപ്പനക്ക് 5 സെന്റ് സ്ഥലം വെച്ചിട്ടുണ്ട്, അത് വിൽക്കാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ടും ആവൂലെങ്കിൽ ഞാൻ വീട് വിറ്റിട്ടെങ്കിലും ചികിത്സ നടത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ എന്റെ കുടുംബത്തിന്റെ കഷ്ടം മനസ്സിലാക്കുമ്പോൾ അതിലേറെ നല്ലത് വിൽക്കുന്നതിനേക്കാൾ നല്ല മരിക്കലാണെന്ന് തോന്നിപ്പോവുകയാണ്. ഉസ്താദിന് കഴിയുന്നതൊക്കെ ഉസ്താദ് ചെയ്യുന്നുണ്ട്. ഒരു വീട് ഉണ്ടായിപ്പോയി എന്നുള്ളത് അതൊരു കുറ്റമല്ല. മലയാളക്കരയിൽ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നമ്മൾ വലിയ ചാരിറ്റി പ്രവർത്തനത്തിന് നടക്കുന്ന ആളുകളാണ്, ചേർത്ത് പിടിക്കുന്നവരാണെന്ന് പറയുന്ന മലപ്പുറത്തിന്റെ മണ്ണിലാണ് ഈ സങ്കടം വന്നിട്ടുള്ളത്. കോടീശ്വരന്മാരുള്ള സക്കാത്ത് കൊടുക്കുന്ന പൈസ തന്നെ കൃത്യമായി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പ്രിയപ്പെട്ട ഉസ്താദിനെ രക്ഷപ്പെടുത്താൻ സാധിക്കും. എനിക്ക് അജിഫാൻ ഗ്രൂപ്പിന്റെ പ്രിയപ്പെട്ട കുട്ടിക്ക ഈ ലൈവ് കാണുകയാണെങ്കിൽ, കുട്ടിക്കാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടിക്കാന്റെ അടുത്തൊക്കെ എത്തണം. പ്രിയപ്പെട്ട ഉസ്താദ് ഈ ഡയാലിസിസ് പോകുന്നത് പോലും ആരും കാണിക്കില്ല. ഇങ്ങനെ ഇട്ട് ഫുൾ സ്ലീവ് ഇട്ടിടുമ്പോ ആർക്കും തോന്നില്ല. അങ്ങനെ ഇജ്ജത്തുള്ള ഒരു മനുഷ്യൻ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്ത് പണം കൊടുത്ത് ഡയാലിസിസ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് വന്നത്. പ്രിയപ്പെട്ട ഉസ്താദുമാർ, കാന്തപുരം ഉസ്താദ് അടക്കം, മർക്കസിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളടക്കം, SYSന്റെ പ്രിയപ്പെട്ട നേതൃത്വം, SSFന്റെ, SKSSFന്റെ, അങ്ങനെ എല്ലാ നേതൃത്വങ്ങളും ഒരു മണിക്കൂർ എല്ലാവരും കൂടി ഇറങ്ങി തിരിച്ചാൽ ഒരുപക്ഷെ ഉസ്താദിന് ആവശ്യമായിട്ടുള്ള 5-10 ലക്ഷം രൂപ സമാഹരിക്കാനും സാധിക്കും. ഉസ്താദിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഉസ്താദ് മരണപ്പെട്ട് ഉസ്താദിന്റെ മയ്യത്ത് കാണാൻ വന്നിട്ട് ഉസ്താദ് ഇങ്ങനെയാണ് മരണപ്പെട്ടത്, പണം കിട്ടാത്തതിന്റെ പേരിലാണ് എന്നുള്ള സങ്കടത്തിന്റെ അപ്പുറത്തേക്ക് ഒരു ജീവിക്കാനുള്ള ദീനീ പ്രവർത്തനങ്ങൾ നടത്തിയ 100 കണക്കിന് കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്ത, മദ്രസ പഠനം നുകർന്നു കൊടുത്ത ഈ ഉസ്താദിനെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരണം എന്നുകൂടെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാണ്. ഇത് കാണുന്ന നാട്ടിലുള്ള ആളുകളും പൊതുപ്രവർത്തകന്മാരും ഒക്കെ കൂടുതൽ ഒന്ന് സഹായിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കരുത്തായിട്ട് ഇറങ്ങുക. നിങ്ങളെ കൂടെ ഞാനും കൂടെ ഉണ്ടാകും എന്ന് ഞാൻ അറിയിക്കുന്നു. സർജറിയിലേക്ക് എല്ലാം റെഡിയായി നിൽക്കുകയാണ്, ഡേറ്റും റെഡിയായി നിൽക്കുകയാണ്. അദ്ദേഹത്തിന് പോവാനുള്ള ഒരു ആത്മധൈര്യം ഇല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത്. എല്ലാവരും കൂടെ നിൽക്കണം. ബന്ധപ്പെടാൻ പറ്റുന്ന ആളുകളൊക്കെ ഈ ഉസ്താദിനെ ബന്ധപ്പെടണം. സാമ്പത്തികമായി സഹായിക്കാൻ പറ്റുന്നത് സഹായിക്കണം എന്നുകൂടി അറിയിക്കുന്നു. അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.